ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ്, അരിയുണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന ഹെൽത്തിയായ ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അരിയുണ്ട ഉണ്ടാക്കുവാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടരി കേട്ടോ. ഏതരി വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഇതിൽ 2 കപ്പാട്ടോ എടുത്തിരിക്കുന്നത്. അരി ഞാൻ നന്നായി കഴുകി വെള്ളം കളഞ്ഞെടുത്തതാട്ടോ, കണ്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ചൂടായ ഒരു കടായിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ അരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതേപോലെ ഇങ്ങനെ പൊട്ടി വരണം. ഇനി കുറച്ചും കൂടെ ഇത് പൊട്ടാനുണ്ട് കേട്ടോ. ഇപ്പോൾ അരിയൊക്കെ നന്നായി പൊട്ടി വന്നു കേട്ടോ. ഇനി കൂടുതൽ ഇങ്ങനെ ഇട്ട് വറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലപ്പോൾ ആദ്യം പൊട്ടിയ അരിയൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും ഇതിനകത്ത് ഇരുന്ന് ഇത് കരിയും. ഇനി നമുക്ക് വേണ്ടത് നാളികേരമാണ്. ആ നാളികേരം ഞാൻ 1.5 കപ്പ് ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ അരി എടുത്ത അതേ കപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് 1.5 കപ്പ് നാളികേരം ഒരു കടായിലേക്ക് ഇടാം. ഇപ്പം ഞാൻ നാളികേരം എന്തിനാണ് ഇതിലേക്ക് ഇട്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് ദിവസം ഈ അരിയുണ്ട കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാളികേരത്തിൻ്റെ ജലാംശമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം വേഗം കഴിച്ചു തീർക്കാനൊക്കെ ആണെങ്കിൽ ശർക്കരയും പിന്നെ നമ്മുടെ നാളികേരവും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഈ നാളികേരത്തിൻ്റെ ജലാംശം ഒന്ന് പോകണം. അപ്പോൾ അധികം കളറൊന്നും മാറ്റമൊന്നും വേണ്ട, വെറുതെ ആ ജലാംശം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഇരിക്കില്ലേ, അതേപോലെ മതി കേട്ടോ. കളറൊന്നും മാറരുത്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ജലാംശം കളഞ്ഞെടുക്കാം. കണ്ടോ, ഇപ്പോൾ ആ നാളികേരത്തിൻ്റെ ജലാംശമൊക്കെ മാറി കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ 250 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ഇടാം. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. കാരണം ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. അല്ലെങ്കിൽ സാധാരണ പണ്ടൊക്കെ അമ്മമ്മമാർ ചെയ്യുന്നത് നാളികേരവും ശർക്കരയും കൂടെ ഇടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മിക്സിയിലായാലും അങ്ങനെ ചെയ്യാം. പക്ഷേ ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് സംശയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരി വറുത്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ച അരി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് അങ്ങ് പൊടിക്കരുത്, നന്നായി പൊടിച്ചെടുക്കരുത് കേട്ടോ. കാരണം ചെറിയൊരു തരി വേണം ഇതിൽ. എന്നാലോ പുട്ടുപൊടിയുടെയൊക്കെ പൊടി ഉണ്ടല്ലോ, അതേപോലെ ആകാനും പാടില്ല. ചെറുതായിട്ടുള്ളൊരു തരി വേണം, ഇതേപോലെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്യൂനട്ട് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ചേർക്കാം, ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. പണ്ടൊന്നും അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അരി വറുത്ത് പൊടിച്ചതും നാളികേരവും ശർക്കരയാണ്. പിന്നെ നമ്മളൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇതിലേക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് പൊടിച്ചെടുത്തതും കൂടി ഇടാം കേട്ടോ. ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയൊരു ചൂടോടുകൂടെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് ഒരു സുഖം ഉണ്ടാവുള്ളൂ. ശരിക്കും ഉരുട്ടിയെടുക്കാൻ പറ്റും നമുക്കപ്പോൾ.
ഇനി നമുക്കിതിലേക്ക് അല്പം ഏലക്കാപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഒഴിച്ച ശർക്കര പാനിയൊക്കെ കറക്റ്റാട്ടോ കണ്ടോ. നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഉരുട്ടാൻ സാധിക്കണം കണ്ടോ, ഇങ്ങനെ അതേപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതൊന്ന് കുഴയ്ക്കാം. നാളികേരവും ഏലക്കാപ്പൊടിയും ശർക്കര നീരും എല്ലാം കൂടെ ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരെണ്ണം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഈ വലിപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ വലിപ്പത്തിൽ 25 അരിയുണ്ട ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾ വലിപ്പത്തിലുണ്ടാക്കിയാൽ ചിലപ്പോൾ ഇതിലും എണ്ണം കുറയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അരിയുണ്ട ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട ഉണ്ടാക്കി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.